കൊല്ലത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലിൽ 2 പെൺകുട്ടികൾ ജീവനൊടുക്കിയ സംഭവം കായിക കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. 50 ആൺകുട്ടികളും 50 പെൺകുട്ടികളുമാണ് കൊല്ലത്ത് സായിയുടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയും കായിക പരിശീലനം നേടുന്നത്. തികച്ചും ഹാർഡ് വർക്കിംഗ് ആണ്. സായിയുടെ ക്യാമ്പിലും അതുപോലെ തന്നെ ഹോസ്റ്റലിലും ഒക്കെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നതും അവരെയാണ് പരിശീലിപ്പിക്കുന്നത്. താരതമ്യേന മികച്ച ഔട്ട്പുട്ട് നൽകുന്ന കേന്ദ്രമാണ് കൊല്ലത്തെ സായിയുടെ പരിശീലന കേന്ദ്രവും. അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളും മികവുറ്റവരാണ്, അതിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ വൈഷ്ണയും സാന്ദ്രയും അക്കൂട്ടത്തിൽ, ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കരാണ്. ഭാവിയുടെ താരങ്ങൾ എന്ന കോച്ചുമാരും അതുപോലെ തന്നെ ഒപ്പമുള്ള കുട്ടികളും വിലയിരുത്തിയ ആളുകളാണ് ഈ വൈഷ്ണയും സാന്ദ്രയും എന്ന കുട്ടികൾ. ഈ കുട്ടികൾക്ക് ഇതെന്ത് സംഭവിച്ചു? അതായത് ജീവൻ എടുക്കുന്നതിന് തലേ ദിവസം വൈഷ്ണ ഉൾപ്പെട്ട കബഡി ടീമിന് സമ്മാനം ലഭിക്കുന്നു. സാന്ദ്രയ്ക്ക് അത്ലറ്റിക്സിൽ, ഓട്ടത്തിലൊക്കെ വളരെ വലിയ പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നു. ഇങ്ങനെ പരിശീലനത്തിലും അതുപോലെ തന്നെ സ്കൂളിലെ പഠന കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന 2 കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം ജീവനെടുക്കാൻ ശ്രമിച്ചുവെങ്കിൽ, സ്വയം വേണ്ട ഇനി ഒരു മത്സരത്തിനും ഇല്ല എന്ന് ജീവനെടുക്കാൻ തീരുമാനിച്ചുവെങ്കിൽ ഇവർക്ക് എന്തോ സാരമായ മാനസിക തകരാറുണ്ട് എന്ന നിരീക്ഷണത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. പ്രത്യേക പോലീസ് സംഘം ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മറ്റ് വിശദാംശങ്ങൾ, കുട്ടികൾ മറ്റെന്തെങ്കിലും വിഷവസ്തുക്കളോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് കൂടിയേ തീരും. ഇപ്പോൾ അതല്ല ഇവിടത്തെ വിഷയം. ഈ കുട്ടികൾക്ക്, ഈ 2 കുട്ടികൾ, സഹപാഠികളായ 2 കുട്ടികളുടെ വിയോഗം തന്നെ വലിയ നടുക്കമാണ് ആ ക്യാമ്പസിൽ, ആ ഹോസ്റ്റൽ ക്യാമ്പസിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ ശിശുക്ഷേമ സമിതിയും അതുപോലെ തന്നെ പോലീസിന്റെ മറ്റ് സന്നാഹങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കൊല്ലം നഗരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് നടുക്കം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. കായിക ക്യാമ്പുകളിൽ, ഹോസ്റ്റലുകളിൽ ഒക്കെ എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ടത്? പോലീസിന്റെ നിരീക്ഷണം ഇപ്പോൾ തുടങ്ങുന്നു. പോലീസിന്റെ നിരീക്ഷണമൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകണം, എക്സൈസിന്റെ നിരീക്ഷണം ഉണ്ടാകണം, ഈ കുട്ടികൾക്ക് കോച്ചുമാരെ നിരീക്ഷണം, ഇവരൊക്കെ പരിശീലനം, ട്രാക്കിലും ഫീൽഡിലും ഒക്കെ പരിശീലനം കൊടുത്ത് ഇവർ തളർന്ന തരിപ്പണമായി റൂമിലെത്തി എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങിയാൽ മാത്രം പോരാ, ഇവരുടെ മാനസിക ഉല്ലാസത്തിന് കൂടി എന്തെങ്കിലുമൊക്കെ വഴി ഈ ഹോസ്റ്റലുകളിൽ വേണം. മാനസിക ഉല്ലാസം എന്ന് പറയുമ്പോൾ മറ്റ് സിനിമ, വേറെ ഇടപാടുകളല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഒരല്പമെങ്കിലും ഒരു എൻജോയ്മെന്റിന്റെ സംവിധാനം ഉണ്ടാകണം എല്ലാ ഹോസ്റ്റലുകളിലും. ഈവൻ ജി വി രാജയാണെങ്കിലും അതുപോലെ സായിയുടെ ഹോസ്റ്റലുകളാണെങ്കിലും സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലുകളാണെങ്കിലും അവിടെ പരിശീലിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ കഠിനമായ പരിശീലനം, ട്രാക്കിലും ഫീൽഡിലും കഠിനമായ പരിശീലനം ലഭ്യമാകുന്നുണ്ട്. അവർ വിജയിക്കുന്നുണ്ട്, അവർക്ക് ട്രോഫികൾ കിട്ടുന്നുണ്ട്, ഗോൾഡ് മെഡൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതിലുപരി അവരെ കൃത്യമായി അവരുടെ മാനസികോല്ലാസം കൂടി പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികൾ ഇനി ഉണ്ടാകാതിരിക്കുകയുള്ളൂ എന്നാണ് അവിടുത്തെ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും വാദം. കാരണം അവിടെ എല്ലാം ഉണ്ട്. ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, ട്രാവൽ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, നല്ല ഒന്നാന്തരം പരിശീലകരുണ്ട്, മികച്ച വിജയങ്ങളും ഇവർ കരസ്ഥമാക്കുന്നുണ്ട്, അവരുടെ ഭാവിയും സുരക്ഷിതമാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മറ്റെന്തോ മാനസിക പിരിമുറുക്കവും മാനസിക സമ്മർദ്ദവും ഉണ്ടാകുന്ന വസ്തുതകൾ എവിടെ ഉണ്ട്, ഇത്തരം പരിശീലന കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്ന് ചുരുക്കം. അതുകൊണ്ട് മാനസികോല്ലാസത്തിനുള്ള നടപടികൾ കൂടി ഉണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അഭ്യർത്ഥന. അതനുസരിച്ച് കായിക കേരളം ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ.